മധ്യ യൂറോപ്യൻ മേഖലയിൽ പ്രതിസന്ധി ശക്തമാകുന്ന റഷ്യൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗോളതലത്തിൽ സമ്മർദ്ദം ശക്തമാകുന്നതിനിടെ യുക്രൈന് വീണ്ടും സൈനിക പാക്കേജുമായി അമേരിക്ക. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് അമേരിക്ക സൈനിക സഹായം പ്രഖ്യാപിച്ചത്. $1.25 കോടി സഹായമാണ് അമേരിക്ക വാഗ്ദാനം ചെയ്തത്. യുദ്ധമുഖത്ത് റഷ്യൻ ഭൂപ്രദേശങ്ങളിലേക്ക് കടന്നു കയറി യുക്രൈൻ അത്ഭുതകരമായ മുന്നേറ്റം നടത്തുന്നതിനിടെയാണ് യുഎസിന്റെ സഹായം എത്തുന്നതെന്നും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം യുക്രൈൻ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ സന്ദർശിച്ച് സമാധാന ശ്രമങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. യുക്രൈനിൽ സമാധാനം കൊണ്ടുവരാൻ ഒരു സുഹൃത്ത് എന്ന നിലയിൽ താൻ ഇടപെടുമെന്ന വാഗ്ദാനം നൽകിയ നരേന്ദ്രമോദി ഇന്ത്യ എന്നും സമാധാനത്തിന്റെ പക്ഷമാണെന്നും വ്യക്തമാക്കിയിരുന്നു. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ ക്രിയാത്മകമായ സംഭാവനകൾ നൽകാൻ ഇന്ത്യ തയ്യാറാണ്. ഇതിനായി ഇരു രാജ്യങ്ങളും ചർച്ചകൾക്ക് തയ്യാറാകണം. രാജ്യങ്ങളുടെ പരമാധികാരത്തെ ഇന്ത്യ എക്കാലവും ബഹുമാനിക്കാറുണ്ട്. ഇതേ വിഷയത്തെ അടിസ്ഥാനമാക്കി നടത്തുന്ന ചർച്ചകളിലൂടെ മാത്രമേ നിലവിലെ സംഘർഷങ്ങൾ അവസാനിപ്പിച്ച് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്നും മോദി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിനു പിന്നാലെ സെലൻസ്കിയുമായി സംസാരിച്ച ജോ ബൈഡൻ റഷ്യയുമായുള്ള യുദ്ധത്തിന് അചഞ്ചലമായ പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. എയർ ഡിഫൻസ് മിസൈലുകൾ, ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റങ്ങൾക്കുള്ള യുദ്ധോപകരണങ്ങൾ, ജാവലിൻ, മറ്റ് കവചിത വിരുദ്ധ മിസൈലുകൾ, കൗണ്ടർ ഡ്രോൺ, കൗണ്ടർ ഇലക്ട്രോണിക്സ് യുദ്ധ സംവിധാനങ്ങളും ഉപകരണങ്ങളും, 155 mm, 105 mm പീരങ്കി വെടിയുണ്ടകൾ, സൈനിക വാഹനങ്ങളും മറ്റു ഉപകരണങ്ങളും ഉൾക്കൊള്ളുന്നതാണ് യുഎസിന്റെ പുതിയ സഹായ പാക്കേജ് എന്ന് പറയുന്നത്. യുക്രൈന്റെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ തലേ ദിവസമായ വെള്ളിയാഴ്ചയാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നോർവീജിയൻ ഗവൺമെന്റും യുക്രൈൻ സൈനിക സഹായങ്ങൾക്ക് പ്രഖ്യാപിച്ചിരുന്നു. പ്രതിരോധ സാങ്കേതിക വിദ്യ നൽകുകയും രാജ്യത്തെ നോർഡിക് വെടിമരുന്ന് കമ്പനി വികസിപ്പിക്കുന്ന 155 mm പീരങ്കി ഷെല്ലുകളുടെ നിർമ്മാണത്തിന് ധനസഹായം നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 23 പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് നോർവേ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അതേസമയം യുദ്ധമുഖത്ത് റഷ്യൻ സൈന്യത്തിനെതിരെ യുക്രൈൻ നടത്തുന്ന അത്ഭുതകരമായ മുന്നേറ്റം തടയാൻ ഇതുവരെ റഷ്യയ്ക്ക് ആയിട്ടില്ല. പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി റഷ്യൻ സൈന്യത്തെ അയക്കുന്നുണ്ടെങ്കിലും കുറഞ്ഞ അംഗബലം റഷ്യയ്ക്ക് തിരിച്ചടിയാവുകയാണ്. റഷ്യയുടെ പടിഞ്ഞാറൻ കുർസ്ക് മേഖലയിലാണ് യുക്രൈൻ ശക്തമായ ആക്രമണം നടത്തുന്നത്. അമേരിക്കയുടെ സൈനിക സഹായം സ്വാഗതം ചെയ്ത സെലൻസ്കി സഹായം രാജ്യത്തിന്റെ അടിയന്തര ആവശ്യമായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടി.